ഇതാരും ഇവിടെ കൊണ്ടുവച്ചേ? ആഹാ, കൊള്ളാല. എന്റെ മുറ്റത്ത് ഈ കിഴിക്കെട്ട് കൊണ്ടുവയ്ക്കാൻ മാത്രം ധൈര്യമുള്ളവനാ. എന്തോ അത്? ഇനിയിപ്പോ വല്ല കള്ളന്മാര് എങ്ങാനും. അത് വഴിയില്ല. എന്തോ ഒരു ചെയ്തു വെച്ചേക്കുന്നേ എന്റെ ദൈവമേ. ആ നിധി. അയ്യോ ഇന്നലെ, അയ്യോ ഞാൻ പുലർച്ചെ സ്വപ്നം കണ്ടതാ. അയ്യോ നിധി. ഈശ്വര ദൈവമേ, ഈശ്വരന്മാരെ, എന്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് നിധി കാണിച്ചു തന്നു. അയ്യോ ആരെങ്കിലും ചേട്ടാ, ചേട്ടാ. ഓ, ഈ മനുഷ്യൻ ആവശ്യം നേരത്തെ ചെവി വെക്കൂല. സുധാകരേട്ടാ, ഇതെവിടെ മനുഷ്യൻ നിങ്ങളെ? നീയായിരുന്ന? ഞാൻ വിചാരിച്ചു നമ്മളെ ടർക്കി കോഴിനെ പട്ടി പിടിച്ചിരിക്കും. പിന്നെ അതെ, ഈ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കൂ? പിന്നെ ഫലിക്കും. എടി, നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ 30ാമത്തെ വയസ്സിൽ ഇതുപോലെ വെളുപ്പാൻ രാവിലെ ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു. എനിക്ക് വലിയൊരു അപകടം ഉണ്ടാവുന്നു. അതാണ് നീ. അയ്യടാ മനുഷ്യ, കല്യാണത്തിന് മുമ്പ് എന്റെ പിന്നെല്ലാം നടന്നു നിനക്ക് ഓർമ്മയില്ല അല്ലേ? അത് പിന്നെ കൊച്ചിലെ മുട്ടായിനുമ്പോ നമ്മൾ അറിയണം, വലുതാകുമ്പോ പല്ല് കേടാവും. ആ ശരി, നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു സന്തോഷ വർത്താനുണ്ട്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സത്യം? ആ എന്റെ പൊന്നു ഭഗവാനെ, കല്യാണം കഴിഞ്ഞിട്ട് 6-7 മാസമായി. എന്തായാലും എനിക്കൊരു കുഞ്ഞിക്കാരി കാണാൻ പറ്റില്ല. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഭഗവാനെ. നീ ഇനി ഒരു ജോലിയും ചെയ്യണ്ട കേട്ടാ. നീ തൂക്കൊന്നും വേണ്ട, നീ അവിടെ പോയിരി കേട്ടാ. വയറ് നോക്കണം കേട്ടാ. നിനക്ക് എന്തെങ്കിലും വേണം, വല്ല പുളിയാ മാങ്ങയൊക്കെ വേണമെങ്കിൽ പറ, ഞാൻ മേടിച്ചു തരാം. അയ്യടാ പറഞ്ഞു തീർന്നാ എന്റെ മനുഷ്യ? അതല്ല, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞില്ലേ, നമുക്ക് നീതി കിട്ടി. ഓടി മാറി. പിന്നെ നീ ഇവിടെ വീടിന് ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാറില്ലേ ഞാൻ എന്നൊരു സ്വപ്നം കാണാറുണ്ടെന്ന്? നീ ആരെയാണ് സ്വപ്നം കാണുന്ന എനിക്കറിയാം, അത് നീ എന്നോട് പറയാൻ. അതല്ല, ആ സ്വപ്നം ഫലിച്ചു. നീതി കിട്ടിയെന്ന്. നിനക്ക് എവിടെ നിന്ന് നിധി കിട്ടിയെന്ന്? നമ്മുടെ മുറ്റത്ത്. പിന്നെ നമ്മുടെ മുറ്റത്ത് ആരും നിധി കൊണ്ടിടണം. നീ പോടി, ചുമ്മാ ആവശ്യമില്ലാതെ പറ്റി. മനുഷ്യനെ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ? എന്റെ ദൈവമേ, ഇത് മനുഷ്യ നീതി കിട്ടി. കാണിച്ചു തരണോ? നോക്കട്ടെ. നീതിയും പുല്ലൊന്നും അല്ല, വേറെ നീതിയാണ്. പിന്നെ നീതിക്ക് ഇങ്ങനെ നീളമൊന്നുമില്ല. ഇതില് നിറച്ച് സ്വർണ്ണ നാണയം. അയ്യോ,